അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസ്, അതെ, ഷമ്മാസിൻ്റെ ഉമ്മ അവർ സൗദിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും സൗദിയുടെ വീട്ടിലെത്തുമ്പോൾ അവരുടെ പ്രതികരണം? അവരവരെ സ്വീകരിക്കുമോ അതോ എന്തെങ്കിലും പറയുമോ? എങ്കിലും ഐഷുമ്മ ഒട്ടും കുറച്ചിട്ടില്ല. നമ്മളിങ്ങോട്ട് ഉപദ്രവിച്ചവരാണെങ്കിലും അങ്ങോട്ട് നല്ല രീതിയിൽ നമുക്ക് അവരെ സ്നേഹിക്കണം എന്നത് മാത്രമാണ് ഐഷുമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഐഷുമ്മ നല്ല രീതിയിൽ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ട് പോയിട്ടുണ്ട് സൗദിയുടെ അരികിലേക്ക്. എന്തായാലും എൻ്റെ നവാസിൻ്റെ പേരക്കുട്ടിയല്ലേ, അല്ല എൻ്റെ പേരക്കുട്ടിയല്ലേ, നവാസിൻ്റെ കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ അത്യധികം സന്തോഷത്തോടു കൂടിയാണെങ്കിലും മനസ്സിനുള്ളിൽ ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വീട്ടിൽ വന്ന് ചീത്ത പറഞ്ഞ ടീമാണ്. അതുകൊണ്ട് തന്നെ ഒരു കരുതൽ. പക്ഷേ നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതി മാത്രമേ ഐഷുമ്മക്കുള്ളൂ. ഒരാളെയും ബുദ്ധിമുട്ടിക്കണം അല്ലെങ്കിൽ ഒരാളെയും വിഷമിപ്പിക്കണം എന്നുള്ളതില്ല. അങ്ങനെ അതാ ഐഷുമ്മ അവരുടെ വീട്ടിലേക്ക് ആ സാധനങ്ങളെല്ലാം കൊണ്ട് കയറുന്നു. അസ്സലാമു അലൈക്കും. പെട്ടെന്ന് അവളുടെ അനിയത്തിയാണ് അങ്ങോട്ട് വന്നത്. വലൈക്കും അസ്സലാം. വലിയ ചിരിയൊന്നുമില്ല. പക്ഷെ ഉമ്മയും സൗദിയൊന്നും പുറത്തേക്ക് വന്നില്ല. സാധനങ്ങളൊക്കെ ആയിട്ട് ഐഷുമ്മ അവിടെ പുറത്തു നിന്നു എന്നല്ലാതെ അകത്തേക്ക് കയറുവാൻ അവർ പറഞ്ഞതില്ല. സലാം അടക്കി ഐഷുമ്മ ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്നു. ഒരു നിമിഷം ഷമ്മാസ് അത് നോക്കി നിന്നു. റബ്ബേ, എൻ്റെ ഉമ്മ എന്തിനാണിപ്പോൾ ഈ വേണ്ടാത്ത പണിക്ക് നിന്നത് എന്ന് വരെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അത് ശരിയല്ലല്ലോ, അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഉമ്മയോട് എന്ന് കരുതിയിട്ട് ഷമ്മാസ് മൗനം പാലിച്ചു. എന്നാൽ പെട്ടെന്ന് അതാ സൗദിയുടെ ഉമ്മ അങ്ങോട്ട് വരുന്നു. നിങ്ങളേനോ കയറിക്കോളി എന്ന് പറഞ്ഞു. എന്നല്ലാതെ അവരുടെ മുഖത്ത് ഒരു സന്തോഷമോ പുഞ്ചിരിയോ ഒന്നും കണ്ടില്ല. ഉമ്മ ചോദിച്ചു, എവിടെ സൗദേ? ഓ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. സൗദ, ഇപ്പോൾ സൗദനെ ചോദിച്ച് നിങ്ങൾ വന്നിക്കണേ. ഇത്രയും ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? ഗർഭിണിയായ ഒരു പെണ്ണാണ് ഓളെന്നുള്ള കാര്യമൊന്നും നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ വല്ലാത്തൊരാൾക്കാർ തന്നെയാണ്. എൻ്റെ മോളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങൾ എന്തൊരു പണി നിങ്ങൾ കാണിച്ചത്? ഇത് നിങ്ങൾ കാണിച്ചത് ശരിയാണോ? സൗദിയുടെ ഉമ്മ അതാ വീണ്ടും പ്രശ്നം തുടങ്ങുന്നു. പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു, അത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനല്ല, ഉമ്മാക്കും ഉമ്മയുടെ മരുമകളൊന്ന് കാണാം, അതിനു വേണ്ടി വന്നതാണ്. മരുവോള് എവിടെയാണ് ഇപ്പോൾ ഇത്രയും ദിവസം? മരുവോള് എന്തിയടാ? എൻ്റെ കാരണവർക്ക് ഇവിടെ കണ്ണണ്ടില്ലേ? ഇജ്ജല്ലല്ലോ ഓളെ കെട്ടിയത്. ഒരിക്കലും ഇജ്ജല്ല, മറ്റോനാണ്. എവിടെ നവാസ്? എവിടെ? ഓൻ മുങ്ങി നടക്കുകയല്ലേ? ഓൻ്റെ പണി വേറെ പെണ്ണിട്ടലും അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട നിങ്ങൾ. എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, സൗദ എവിടെ? ഓളിങ്ങോട്ട് വന്നില്ലല്ലോ. മോളെ സൗദ, നിങ്ങൾ എൻ്റെ മോളെ വിളിക്കാനാണോ വന്നിക്കണത്? എന്നാൽ ഈ സമയം ഉമ്മയുടെ നിർദ്ദേശം പുറത്തിറങ്ങി പോരുത് എന്നായിരുന്നു. അതെ, എൻ്റെ തള്ളി എൻ്റെ ഇളച്ചനും വന്നിക്കണ്, പുറത്തിറങ്ങി പോരുത്. എന്നാൽ സൗദക്ക് ഉമ്മയുടെ ശബ്ദം കേട്ടിട്ട് എന്തൊക്കെയോ ആവുന്നുണ്ട്. പഠിച്ചോനെ, ഞാനിങ്ങനെ കാണിക്കുന്ന നന്ദികേടല്ലേ? പെട്ടെന്ന് അവൾ പുറത്തേക്കിറങ്ങി. എന്നാൽ ഉമ്മ അത് കണ്ടു. എവിടുക്കാടി ഉമ്മ? ഓല് വന്നതല്ലേ, അവരോട് കയറിയിരിക്കാനെങ്കിലും പറയട്ടെ. കയറിയിരിക്കാൻ ഓല് ചെയ്ത് കാട്ടിക്കൂട്ടിയ പണികളൊക്കെ കണ്ടാലോ? എന്താന്നില്ലേ, കുറച്ചൊക്കെ അന്തസ് വേണം പെരക്കാരായാൽ. ഒരു പെണ്ണിനെ കെട്ടിച്ച് വിട്ടു എന്ന് കരുതിയിട്ട് ഉമ്മട്ടോലെ കാട്ടാൻ പാടണ്ട. ഉമ്മ, നമ്മളായിട്ട് ഈ മിണ്ടി പോവരുതടി. എൻ്റെ ഓരോ വർത്താനം എനിക്ക് കുറേ നേരമായി ഓലെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ സൗദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. റബ്ബേ, ഞാൻ എന്താ റബ്ബേ ചെയ്യുക? സൗദ ഒരു നിമിഷം, പഠിച്ചോനെ. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഉമ്മ കയറിയിരിക്കി. നിങ്ങളിരിക്കണില്ലമ്മ? ഉമ്മ നിങ്ങളിരിക്കി. മോളെ, അന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്, വേറൊന്നിനുമല്ല. ഇതൊക്കെ എടുത്തു വെച്ചാളേ. ഇതൊക്കെ മോള് നല്ലോണം തിന്നോളി കേട്ടോ. ഒക്കെ നല്ല നല്ല സാധനങ്ങളിലൊക്കെ തിന്നോളി. മരുവളെ തീറ്റിക്കാൻ വന്നിക്കാണല്ലേ? കുറച്ച് സാധനം കൊടുന്ന് സോപ്പിട്ടെന്ന് വിചാരിച്ചിട്ടൊന്നേ ഞാൻ വിടൂലട്ടങ്ങളെ.
അത് കരുതി നിങ്ങൾ നിൽക്കണ്ട. കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല. പെട്ടെന്ന് ഐഷുമ്മ, അല്ല ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് കടന്ന് നോക്കിയോ? ഒരു ഗർഭിണിയായ പെണ്ണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ കടന്ന് നോക്കിയോ? അതെ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളൊന്ന് പറഞ്ഞാണേ. ഒന്നുമില്ല, നിങ്ങൾ കാട്ടിയത് ശരിയാണോ? സൗദയുടെ ഉമ്മ ഒട്ടും കുറവില്ല. എന്നാൽ സൗദ ഉമ്മ വേണ്ട, ഒന്നും മിണ്ടാതിരിക്കടി, അനക്കറിയില്ല അതിൻ്റെ വേദന. ഇജ്ജിൻ്റെ മോളാണ്, എൻ്റെ വേദനൊന്നും ഓൽക്കുണ്ടാവില്ല. ഉമ്മ മോളെ, നിന്നെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് വന്നാണ് ഞാൻ. ഇരിക്കുമ്മ, ഞാൻ ഒന്നും വേണ്ട മോളെ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ എന്നാൽ പോകാം, കണ്ടില്ലേ മരുമകളെ? ഓ, മരോളെ കാണാൻ വന്നതാലേ. ഇപ്പോൾ എന്തായി, നല്ല കണ്ടോ? എന്താണ് നിങ്ങളൊക്കെ ഒരു കഥ? നിങ്ങൾ ആ പെണ്ണിനെ ഒറ്റക്കിട്ട് പൂട്ടി പോയില്ലേ? അതൊന്നും മറന്നിട്ടില്ല ഇവിടെ. നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിനും കാര്യമില്ല. ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊടുന്ന് വെച്ച് വെച്ചിട്ടേ ഞങ്ങൾക്ക് ഒരു പൊരുളും ഇല്ലത്. നോക്കിക്കോളി. പക്ഷെ നവാസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതാണ്. നവാസ് എന്താ വരാത്ത? ഓളെന്താ ഒഴിവാക്കിയോ? ഓള് തൊലാക്കല്ലിക്കണോനെ. എന്താ ഓന് മട്ടം കുറുമ്പിടിച്ച് നിൽക്കാൻ കാരണം? അതിന് എൻ്റെ മോൻ നവാസ് ഓളോട് പറഞ്ഞതല്ലേ പോവില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ. എന്നിട്ട് പിന്നെ നിങ്ങളിപ്പോൾ അങ്ങനെ അതിനായിട്ട് നിന്നാലിപ്പോൾ എന്തപ്പോൾ ചെയ്യാം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ കുട്ടീൻ്റെ കാര്യമാണ് നല്ല ജീവനാണ് വലുത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിൽക്കൂല. പിന്നെ എനിക്ക് ഇടങ്ങാററ്റില്ലാതെക്കുമോ? എൻ്റെ മോള് ഇത്രയും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു, എല്ലാം കഷ്ടപ്പെട്ടു, എല്ലാം നേടിത്തന്നു. ഒക്കെ ചെയ്തിട്ടും എന്ത് നേടിത്തന്നു? നിങ്ങളെ നവാസിൻ്റെ മക്കളെ നോക്കിയത് എൻ്റെ മോളാണ്. അത് എൻ്റെ മോന് ഓളെ കൊണ്ടുപോയൊക്കെ ചെയ്തില്ലേ? ഓൾക്ക് അവിടെ നിന്നുള്ള സുഖമായ ജീവിതവും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ? നിങ്ങളായിട്ടിപ്പോൾ എന്തിനാ അത് ഇല്ലാതാക്കണം? ഞാൻ ഇല്ലാതാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾ വല്ലാത്ത പണിയാണ് കാണിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും മനുഷ്യന്മാരോട് വല്ലാത്തൊരു ഇടങ്ങാറന്നെയാണ്. സൗദ അകത്ത് കയറിപ്പോടി മോങ്ങാതെ. അതെ, സൗദ എല്ലാം കേട്ട് കരയുകയായിരുന്നു. ഉമ്മ, ഞാൻ അകത്ത് കയറി പോകാൻ എന്നോട് പറഞ്ഞത്. അന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്താന്നില്ലേ, ഒരു ആൺകൂട്ടക്കാരാണല്ലോ ആ പുതിയാപ്പിള നവാസ്. ഓനെന്താ കാലില്ലേ? ഓന് ഡ്രൈവിങ് അറിയില്ലേ? ഓന് ഏതെങ്കിലും പെണ്ണുങ്ങളൊപ്പം ഉണ്ടാവും. അത് കേട്ടപ്പോൾ ഐഷമ്മ പറഞ്ഞു, അത് നിങ്ങൾ നവാസിനെ എങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എൻ്റെ മാന്യമായ രീതിയിലാണ് അവളെ നോക്കിയത്. മാന്യമായ രീതിയിൽ മഹർ തന്ന് അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി അവൾക്ക് നല്ല മട്ടത്തിനുള്ള ജീവിതം കൊടുത്ത്. അതെ, എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ മക്കളെ വരെ എൻ്റെ കൂടെ ഇരുന്ന് കെടുത്തിയിരുന്നത്. ഇനിയിപ്പോൾ ഓൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു. എന്നിട്ടിപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ലല്ലോ. ഞാൻ എന്താ പറയുക, എനിക്കറിയണില്ല. എൻ്റെ മോൻ മാന്യമായ രീതിയിൽ ഓളെ നോക്കിക്കണ്. പക്ഷേ നിങ്ങളെ മോൾക്കും കുറച്ച് വാശി കൂടിയത് കൊണ്ട് എൻ്റെ മോൾക്ക് വാശിയില്ലേ? അതെ, എൻ്റെ മോൾക്കല്ല വാശി, എനിക്കാണ് വാശി. അപ്പം നിങ്ങൾ പറഞ്ഞതാണോ അതൊക്കെ? നിങ്ങളങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങളങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. പിന്നെന്താ, നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് ഇട്ടുകാണ് പോകുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക? ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു, എനിക്ക് എൻ്റെ മോളെ വലുത്, അതിന് മേലൊന്നുമില്ല. അതെ, ആ താത്ത നല്ല രീതിയിൽ ചീത്ത പറയുകയാണ്. ഐഷുമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഷാമോനെ, നമുക്ക് പോവാം. മോളെ സൗദ, ഈ ഞങ്ങളെ കൂടെ പോരണോ? ഉമ്മ, അത് കയറിപ്പോടി അകത്ത്. എന്നോടല്ലേ പറഞ്ഞത്? ഈ എവിടേക്ക് പോണ്? ഉമ്മ, ഞാൻ അവൾക്ക് പോരണം എന്നൊക്കെയുണ്ട്. പക്ഷേ സൗദയുടെ ഉമ്മ അത് സമ്മതിക്കുന്നില്ല. എന്താണ് എന്നോട് പറഞ്ഞാൽ കേട്ടാൽ? ഞാൻ പറഞ്ഞതിന് മേലുണ്ടോ എനിക്ക് എൻ്റെ അമ്മായിമ്മ? അകത്ത് പോകാനാ പറഞ്ഞു. എന്താ ഇവിടെ ഇളിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണ്? ഇറങ്ങിപ്പോ അങ്ങോട്ട്, പോടി അങ്ങോട്ട്, അകത്തേക്ക് കയറിപ്പോ എന്ന് പറഞ്ഞ് അവളുടെ ഉമ്മ അവളെ തള്ളുന്നു. എന്നാൽ പെട്ടെന്ന് ഐഷമ്മ പറഞ്ഞു, ഓളെ തള്ളണ്ട, ഓള് ഗർഭിണിയായൊരു പെണ്ണാണ്. ഓളെങ്ങനെ ഉമ്മട്ടങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ എന്തായിത്തീരും? അവിടെ എങ്ങനെ മറിഞ്ഞു കെട്ടി വീണാൽ അതും ആവില്ലേ? അങ്ങനെയാണെങ്കിലുണ്ട് അത് വേണ്ടാക്കേണ്ടി വരും. അല്ലാതെ മറ്റൊരുത്തൻ്റെ ഇവരെ പള്ളിയിൽ ചുമന്നിട്ട് ഇങ്ങനെ ഇവിടെ നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതെ, ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പുതിയാപ്പിള. ഇങ്ങനെ ആണുങ്ങൾ ഉണ്ടാകല് ഒന്നുമില്ല. ഇത്രയും ദിവസമായി ഒന്ന് ഫോൺ ചെയ്യുക,
ഒന്നും വേണ്ടല്ലോ, ഒന്ന് വന്ന് നോക്കണ്ട. ഒരു ഫോണൊന്ന് വിളിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? നിങ്ങളെ മോനക്ക് എന്താ കൈ ഇളകി പോരുമോ? അല്ലെങ്കിൽ വർത്താനം പറഞ്ഞാൽ തൊള്ള ചാടുമോ? അതെ, ഐഷുമ്മയെ നല്ല രീതിയിൽ അവരുമ്മ ചീത്ത പറയുന്നുണ്ട്. എന്നാൽ ഷമ്മാസ് ഉമ്മ പോന്നാണേ, എൻ്റെ ഉമ്മ വരി. മോനെ അവിടെ നിൽക്ക്, ആ പെണ്ണ് നമ്മളെ കുട്ടിയാണത്. ഓ, നിങ്ങളെ കുട്ടിയാണ് കൊണ്ടേക്കോണേ പള്ളിയിൽ നിന്ന് എടുത്തുകാണ്ട്. അല്ല, ഞങ്ങൾക്ക് വേണ്ട അങ്ങനത്തെ ഒരു കുട്ടികളും ഇവിടെ. എന്താന്നില്ലാത്ത തീരെ ഒരു ഉസുറും പൊളില്ലാത്ത കുട്ടികളവിടെ വേണ്ടന്നെ, അങ്ങനത്തെ പോലെ മക്കളെ. ഇനി ഇപ്പോൾ ഒന്നങ്ങനെ കാട്ടി, നാളെ എന്ത് കാട്ടി വിചാരിച്ച് നിൽക്കണ്? നിങ്ങൾ നവാസിനെ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ഓൻ ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് കാര്യം, ഓൾ ഗൾഫൊക്കെ കൊണ്ട് ഇത്ര വലിയ കാര്യം എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് എൻ്റെ കുട്ടി ഓളെ നോക്കിക്കണ്. പക്ഷേ ഓളെ ബുദ്ധിമോശം കൊണ്ട് ഓളന്ന് വരാതിരുന്നോണ്ട് അപ്പോൾ പിന്നെ നവാസിന് ദേഷ്യം പിടിച്ചതാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, വീട്ടിൽ നിന്ന് ആ വണ്ടിയിലാണ് കയറുക, അവിടെ പോയിട്ട് ഇറങ്ങുക, അതുള്ളൂ. ഞങ്ങൾ തത്ത പറയുന്ന പോലെ ഞങ്ങളോളെ വിളിച്ചിട്ടും ഓള് വന്നില്ല. പിന്നെ ഇപ്പം എന്താ, എങ്ങനെ വരിക? ഞാൻ പറഞ്ഞു കൊടുത്തേക്കണ് പോകരുത് എന്ന്. അങ്ങനെ മാഞ്ഞാളത്തിലൊന്നും എൻ്റെ കുട്ടീനെ ഞാൻ വിടൂല, അത്ര വില കുറഞ്ഞവരല്ല ഓള്. ഏതാ ഒരു പണിക്കാരത്തിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക. അത് കേട്ടപ്പോൾ ഐഷുമ്മയുടെ മനസ്സൊന്ന് പിടച്ചു. പണിക്കാരത്തിയോ? ഏത്? ആ, സമീറ എന്ന് പേരിലൊരു പണിക്കാരത്തിന് നിങ്ങൾ കുറേ പൊന്നും പണ്ടേ കൊടുത്ത് കെട്ടിച്ച് വിട്ടേക്കണല്ലോ, ആ പണിക്കാരത്തി തന്നെ. ഓള് ചോറുന്നാലല്ലേ പോയത് എത്രയായാലും. നിങ്ങൾ അള്ളാനെ മറന്ന് പറയല്ലേ. പണിക്കാരത്തി മുതലാളിച്ച് അങ്ങനത്തെ ഒന്നും പട്ടവും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനായിട്ടാണ് എല്ലാവരും പഠിച്ചത്. പിന്നെ സമ്പത്തും അതൊക്കെ പഠിച്ച റബ്ബ് ചിലർക്ക് ചില സമയത്ത് നൽകും, ചില സമയത്ത് അങ്ങ് എടുത്ത് കളയും. ഇപ്പം കണ്ടില്ലേ അഹങ്കാരം? നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഐഷുമ്മയുടെ ആ ഒരു ചോദ്യം, ഞങ്ങളെ ചോദിച്ചാൽ വന്നിക്കപ്പോൾ നിങ്ങളില്ലേ? അങ്ങനല്ല, നമ്മൾ അള്ളാഹനെ മറക്കരുത്, അഹങ്കരിക്കരുത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു പരീക്ഷിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ആ ഉസ്താദിൻ്റെ ക്ലാസ് ഒന്ന് കേൾക്കിട്ടോ, എന്നാൽ ഒക്കെ റെഡിയാവും. ഐഷുമ്മയുടെ വാക്ക്, നിങ്ങൾ ഉസ്താദെ എത്ര അറിവുള്ള ആൾക്കാരുള്ളൂ. ഒരു പേടിയും എനിക്കില്ല. എനിക്ക് എന്ത് പേടി? എന്താന്നില്ലേ, കുറച്ചൊക്കെ നല്ല രീതിയിൽ മാന്യമര്യാദ രീതിയിൽ കുടുംബത്തെ നോക്കാൻ പഠിക്കണം. എന്നിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളും കേൾക്കുക. പൊന്നാര താത്ത, ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. സൗദ മോളെ ഈ പോരുന്നുണ്ടോ? എൻ്റെ നവാസ് ഏതായാലും ഇനി വിളിക്കാൻ വരില്ല. വരണ്ട, ഓനങ്ങോട്ട് വരുത്തുന്ന പരിപാടി ഞാൻ എടുത്തോളാം. അത് കേട്ടപ്പോൾ ഉമ്മാക്ക് ഭയം തോന്നി. പഠിച്ചോനെ, വല്ല മാരണങ്ങളും ചെയ്യുമോ? കാരണം ഇങ്ങനത്തെ പെണ്ണുങ്ങളെ വിശ്വസിക്കാനും പറ്റുള്ളൂ. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ റബ്ബേ? മോളെ സൗദ, മോള് പോരുന്നുണ്ടേ പോര്. നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും കുഴപ്പവും ഉണ്ടാവില്ല. കുട്ടികളെ നോക്കണ്ട, എല്ലാം അവിടെ നല്ല സുഖമായിരിക്കും. മോള് പോരണമെങ്കിൽ പോരും. ഞാൻ വിളിക്കാൻ വന്നത് ഒന്നുവെച്ചാൽ ഒന്നിനുമല്ല. അത് നിനക്ക് നല്ല രീതിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ നീ ഇവിടുന്ന് നരകിക്കേണ്ടി വരും മോളെ. ഈ പോര്. ഉമ്മ, ഞാൻ പോട്ടെ. അതെ, സൗദിയുടെ ആ ഒരു വാക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ പഠിക്കൊക്കെ ചവിട്ടൂല. പിന്നെ ഒരിക്കലും എൻ്റെ ഉമ്മാനും കാക്കണ്ട. എനിക്കങ്ങനെ ഒരു മോളില്ലാന്ന് തന്നെ വെക്കും ഞാൻ. അങ്ങനെ ഒരു ഉസുറുമ്പുളില്ലാത്തൊരു മോള് തീരെ അതെ, ഇന്നലെ വരെ ഓൾ എൻ്റെ പണി, ഇന്ന് പോലെ കണ്ടപ്പോൾ ഓളെ ഭാഗത്തേക്ക് 2 തോണിയിലും കാലിട്ടാലേ അത് മറിയുള്ളൂ. ഓരോരുത്തരും നിൽക്കണം. പൊന്നാര താത്ത, ഇത് ഓളെ ജീവിത പ്രശ്നമാണ്. ഓളെ ജീവിതത്തിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ? ഒട്ടും ശരിയല്ല. ഓൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, അത് നിങ്ങൾ കളയല്ലേ. ഓൾക്ക് എല്ലാം കൊണ്ട് സുഖമാണ്. എൻ്റെ എല്ലാ മക്കളെയും പോലെ തന്നെ ഓൾക്കും സ്വത്തും മുതലും സമ്പത്തും അതും കിട്ടും. അവൾക്ക് ഒരു കുറവും വരില്ല. എൻ്റെ എല്ലാ മക്കൾക്കും എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർക്കുള്ളതുകൊണ്ട്. എൻ്റെ നവാസിനുള്ള ഓരിയും, എൻ്റെ ഷമ്മാസിനുള്ള, എൻ്റെ ഫൈസൽ, എൻ്റെ സാജിക്കുള്ള എല്ലാവർക്കും ഉള്ളത് ഓരി ഞാൻ കൊടുക്കും. ആ കൂട്ടത്തിൽ ഓൾക്കും ഉണ്ടാവും എല്ലതും. നിങ്ങളായിട്ട് വെറുതെ നഷ്ടപ്പെടുത്തണ്ട. നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കരുതിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. മോളെ സൗദ, ഈ പോര്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്തുള്ളൊരു പോല നിങ്ങൾ ടൂർ എടുക്കല്ലേനോ അവിടെ. എന്നാൽ ഷമ്മാസിന് ദേഷ്യം കയറി വന്നു. ഉമ്മയുടെ കൈ പിടിച്ചു അവന്. ഉമ്മ ഇങ്ങോട്ട് വന്നാണേ. മോനെ, നമ്മളെ ഭാഗം താന്നു കൊടുക്കുക. പോരണി പോന്നോട്ടെ, അപ്പം എൻ്റെ ജീവിതം വെറുതെ നശിപ്പിക്കണ്ടല്ലോ. അതെ, നിങ്ങൾ പോവുക വരെ എന്തേലും ചെയ്തോളൂ. എൻ്റെ മോളെ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റൂല. അതെ, അവളുടെ ഉമ്മ വീണ്ടും വാശിയിലായിരുന്നു. നിങ്ങളെ കൊണ്ടുപോകണം, എനിക്കൊന്ന് കാണണം. അഥവാ കൊണ്ടുപോയാൽ തന്നെ ഞാനത് കേസ് കൊടുക്കും, പിടിച്ച് വലിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിൽക്കണത്? അതാ നിങ്ങൾക്ക് വേണ്ടിയത്?
പിടിച്ച് വലിച്ച് കൊണ്ടുപോയി തന്നെ ഞാൻ കേസ് കൊടുത്താലേ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റൂല. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങൾ അങ്ങോട്ട് ജയിലിൽ കയറേണ്ട അവസ്ഥയായിരിക്കും. മനസ്സിലായല്ലോ? പുത്തൻവീട് തറവാട്ടുകാർ മൊത്തം ജയിലിൽ. ഞാൻ എല്ലാവർക്കെതിരെയും പരാതിയാണ് കൊടുക്കും. അതെ, ഞാൻ പറയും എൻ്റെ മോളെ ഒരു സംരക്ഷിച്ചില്ല, പോരാത്തിന് പീഡിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി ഷമ്മാസും ഉമ്മയും വന്നു. പിന്നെ നവാസ് പറഞ്ഞയച്ചു. അതെ, പറയാനൊന്നും വല്ലതൊന്നും വേണ്ട. അതൊക്കെയുള്ള വിവരം വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട്. നിങ്ങളെ കുറേ ഒന്നും എന്നെ പഠിപ്പിച്ചാക്കണ്ട. അല്ലെങ്കിൽ അതൊക്കെ എനിക്കറിയാം, നന്നായിട്ടറിയാം. നിങ്ങൾ കരുതിക്കോളി. എൻ്റെ മോളെങ്ങാനും. എന്നാൽ ഷമ്മാസിന് അത് കേട്ടപ്പോൾ സഹിച്ചില്ല. ഉമ്മയുടെ കൈ പിടിച്ചു. എന്നാൽ ഐഷുമ്മ സ്നേഹത്തോടെ കൊണ്ടുപോയിരുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസുമെല്ലാം ആ ഉമ്മ അതെടുത്ത് മുറ്റത്തേക്ക് ഇട്ടു. ഇതാണ് കൊണ്ടേക്കോളി. നിങ്ങൾ എന്ത് കരുതിയിട്ട് ഇതൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ സോപ്പിടാൻ വന്നതല്ലേ? സോപ്പിട്ടാലൊന്നേ ഞാൻ മയങ്ങൂല. ആദ്യം മയങ്ങിയിട്ടില്ല. എൻ്റെ പുതിയാപ്പളിനെ വരെ ഞാൻ പടിയടിച്ച് പിണ്ടം വെച്ചാണ്. മൂപ്പര സ്വഭാവം കൊണ്ട് എപ്പോഴെങ്കിലും വരും പോകുമായിട്ട് ഞാൻ അങ്ങോട്ട് വരെന്നെ വേണ്ടായിരുന്നു. അപ്പോൾ അതാ വേറെ പെണ്ണും കെട്ടി ജീവിച്ചോട്ടെ. എനിക്കിപ്പോൾ എന്താ, നമുക്ക് ഒരു ഇതുമില്ല. എനിക്ക് ആ ഒരു ഉളുപ്പില്ലാത്ത സ്വഭാവമില്ല. നിങ്ങൾ ഈ 2 ബേക്കറിയും ഡ്രൈ ഫ്രൂട്ട്സും കണ്ടുകൊണ്ട് മയങ്ങുന്ന ആളല്ല ഞാൻ. ഇതാളെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സും കവറായിട്ട് ഇങ്ങോട്ട് കയറി നിൽക്കണേ. നിങ്ങളെ വിചാരം എന്താ? ഇതൊക്കെ കണ്ടാൽ ഞാനങ്ങ് മയങ്ങിപ്പോയി എൻ്റെ മോളെ പറഞ്ഞേക്കുന്നോ? ഉമ്മ, എന്തൊക്കെ ഉമ്മ പറയണത് ഉമ്മ? എന്നാൽ സൗദ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. അതാ അവിടെ ഉമ്മ വലിച്ചെറിഞ്ഞ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കുന്നു. നാണം കെട്ടവളെ, അവിടെ ഇടടി അത്. അവർ കൊണ്ടുവന്ന് ഒന്നും തിന്നണ്ട. അത്ര നിവൃത്തികേടുണ്ടോ എനിക്കിവിടെ? ഞാൻ എന്നെ തൊഴിലുറപ്പിന് പണിക്കുപോയിട്ടെങ്കിലും അന്നെ ഞാൻ പോറ്റും. അല്ലാതെ ഒരാളെ നക്കാപ്പിച്ചവിടെ വേണ്ട. അത് ഐഷുമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായി. ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ എറിയാൻ പാടില്ല. ഐഷുമ്മ തന്നെ അത് പെറുക്കുന്നു. കണ്ടില്ലേ? എന്നാൽ ഷമ്മാസിന് അതെല്ലാം കണ്ട് സഹിച്ചില്ല. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ടിറങ്ങി. അതെ താത്ത, ഇതിനൊക്കെ ഒരു ദിവസം നിങ്ങളൊരു ഖേദിക്കേണ്ട അവസ്ഥ വരും. നിങ്ങളൊരിക്കലും ഇത് ചെയ്ത് എൻ്റെ ഉമ്മയോട് ചീത്ത പറയുന്നുണ്ട്. ഈ ഭക്ഷണ സാധനങ്ങൾ അതും എൻ്റെ ഉമ്മ അത്രയ്ക്കും കഷ്ടപ്പെട്ട് മരുമകൾക്കെന്ന് കരുതി വാങ്ങിയത് കൊണ്ടുവന്ന് നിങ്ങൾ വലിച്ചെറിയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്തത് ഒരിക്കലും ശരിയായില്ല. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. എൻ്റെ ഉമ്മ പോന്നാണി. ഉമ്മ ഇനി ഇവിടെ നിൽക്കല്ലേ? ഷമ്മാസ് ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നു. ഉമ്മക്ക് വല്ലാത്ത കണ്ണീരായിരുന്നു. പഠിച്ചോനെ, എന്താ റബ്ബ ഇവർ. എന്നാൽ സൗദ ഒരു നിമിഷം അത് നോക്കി നിൽക്കുന്നു. ഉമ്മ. അതെ, ഐഷും അവളെ നോക്കുന്നുണ്ട്. പക്ഷെ സമ്മതിക്കില്ലല്ലോ. നിനക്ക് ഉളുപ്പില്ലാതായിപ്പോയല്ലോ മോളെ. സ്വന്തം ഭർത്താവ് വന്നില്ല, ഇത്രയും ദിവസമായിട്ട് വിളിച്ചില്ല. എന്നിട്ടിപ്പോൾ നീ അവരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ നിൽക്കുക. ഉളുപ്പില്ലാതായിപ്പോയല്ലോ. ഉളുപ്പില്ലാത്ത മക്കളെ ഞാൻ പെറ്റിക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ആകെപ്പാടെ ദേഷ്യം വരികയാണ്. എന്തിനറ്റങ്ങളൊക്കെ പെറ്റതെന്ന് ആലോചിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ മക്കളപ്പോത്തിനും ഇറങ്ങി വന്നു. ചെറിയ മക്കൾ. ഉമ്മ, ഇതൊക്കെ എന്താ മുറ്റത്ത്? ആ മക്കളത് ആകാംക്ഷ. എടുക്കല്ലേടേ, നിങ്ങളോടാരാ പെറുക്കാൻ പറഞ്ഞത്? ആ നക്കാപ്പിച്ച് നമുക്ക് വേണ്ട. നിങ്ങളെത്താത്താനെ കൊണ്ടുപോകാൻ ആളില്ല. എന്നിട്ടിപ്പോൾ ഓലുമ്മയും ഇളച്ചനും കൂടി വന്നേക്കുക. എന്താ ഉള്ള പുതിയാപ്പിൾക്ക് കാലില്ലേ? ഇത്രയും നട്ടലില്ലാത്തവനെ കൊണ്ടാണല്ലോ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. സങ്കടത്തോടെ ഐഷുമ്മയും നവാസും അവിടെ നിന്ന് പോകുന്നു. ഉമ്മ, മോനെ, എന്താ മോനെ ചെയ്യുക? ആ പെണ്ണിൻ്റെ വയറ്റിൽ എൻ്റെ നവാസിൻ്റെ കുഞ്ഞുണ്ടല്ലോ, അതെനിക്ക് വല്ലാത്ത. ഉമ്മ, സാരല്ലമ്മ, ഓരോ വിധി, അല്ലാതെന്താ. നമ്മൾ പഠിച്ചവനെ വിധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാലും ആ താത്താൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? കേസ് കൊടുക്കും, ജയിലിൽ എല്ലാവരും കയറ്റും, പുത്തൻവീട് തറവാട്ടുകാരെ മൊത്തം പീഡിപ്പിക്കാൻ വേണ്ടി വലിച്ചു കൊണ്ടുപോയി അത് റൂമിൽ പൂട്ടിയിട്ടു. എന്തൊക്കെയായിരുന്നു ഉമ്മ അവർ പുകയിലുണ്ടാക്കിയത്. എൻ്റെ ഉമ്മ പിന്നെയും അങ്ങോട്ട് പോയത് എനിക്ക് വല്ലാത്ത ഖേദമായി പോയി. ഉമ്മ, പോകണ്ടില്ലായിരുന്നു. ഉമ്മ, നമുക്ക് തിരിച്ചു പോവാം. ഷമ്മാസ് വണ്ടിയിൽ കയറി. ഐഷുമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഉമ്മ കരയല്ലേ ഉമ്മ? ഉമ്മൻ്റെ കണ്ണുനീരൊഴുകാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല ഉമ്മ. ഉമ്മ കരയല്ലേ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വിളിച്ചു, ഒരു വിട്ടു തന്നില്ല. ഉമ്മ, ഇനി ഓലെന്താ വെച്ചാൽ ആയിക്കോളും. ഇനി നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഭാഗം ക്ലിയർ ആക്കിയില്ലേ? നമ്മൾ പോയി വിളിച്ചു, സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു, എല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതെ, അവർ വല്ലാത്തൊരു വേദന. അതിൽ ആ മക്കൾ, ഉമ്മ, നമ്മൾ കൊണ്ടുപോയ ആ കേക്ക് അത് മുറ്റത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞപ്പോൾ ആ കുട്ടികൾ വന്നിട്ടത്
എടുത്ത് കഴിക്കണുണ്ടില്ലേ പാവം മക്കൾ. അവർക്കറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ വാശിയുള്ള അമ്മമാരായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? മോനെ സാരല്ലടാ, തിന്നണ സാധനത്തിന് എറിയാൻ പാടുണ്ടൊക്കെ അനുഭവിക്കൂലേ. ഐഷുമ്മ എങ്കിലും ക്ഷമയോട് കൂടി ഒന്നും പറഞ്ഞില്ല. ക്ഷമയുടെ പര്യായമായ ഐഷുമ്മ അതെല്ലാം ഓർത്ത് കരഞ്ഞു എന്നല്ലാതെ. എൻ്റെ ഉമ്മ കരയില്ലേ, ഉമ്മ കരയില്ലേ, എൻ്റെ ഉമ്മ കരയാൻ പാടില്ല കേട്ടോ. എൻ്റെ ഉമ്മ ധീരതയോടെ നിൽക്കണം, എനിക്കതാണ് ഇഷ്ടം. എൻ്റെ ഉമ്മ കരഞ്ഞാൽ ഞങ്ങളൊക്കെ തോറ്റുപോയി എന്നതിൻ്റെ അർത്ഥം. എൻ്റെ ഉമ്മ കരയരുത്, കരയാൻ പാടില്ല. കരഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞങ്ങളെല്ലാം ഉമ്മാൻ്റെ മക്കളൊക്കെ തോറ്റു. അത് ഉമ്മ, എൻ്റെ ഉമ്മ എപ്പോഴും ധീരതയോടെ നിൽക്കണം. എൻ്റെ ഉമ്മ ഒരാളുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല. ആളുകൾക്ക് ഇഷ്ടം പോലെ എൻ്റെ ഉമ്മ കൊടുത്തിട്ടേ ഉള്ളൂ. അതെ, പക്ഷേ ചിലരുടെ അടുത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഓരോ ഉപദ്രവം ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്തില്ല. അത് ഉമ്മയെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഫസീലത്തെയും. മോനെ അതൊന്നും നീ പറയണ്ട, അതൊക്കെ കഴിഞ്ഞു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് കൊടുക്കട്ടെ അവർക്കും. ഉമ്മ ഇത്രയധികം നിങ്ങളൊക്കെ ഉപദ്രവിച്ചിട്ടും ഉമ്മ അത് തന്നെയാണ് ദുആ ചെയ്യുന്നത്. പൊന്നു മോനെ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയൊക്കെ ഉപദ്രവിച്ചാലും കാട്ടിയാലും എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടാക്കിയാലും അതെ അള്ളാഹു പ്രാർത്ഥിക്കും, പഠിച്ചവനെ അവരറിവില്ലാത്തവരാണ്, അവർക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ലാ എന്നുള്ളത്. ഉമ്മ ഇതിപ്പോൾ അറിവില്ലാത്ത പ്രശ്നമൊന്നുമല്ലല്ലോ, ഒരു വാശി കരുതിക്കൂട്ടൽ. മോനെ സാരല്ല, എന്തല്ലേ ചെയ്യുക. ഗർഭിണി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് ഒന്നും. ഉമ്മ നിങ്ങൾ കരയില്ലേ, പഠിച്ചോ എല്ലാം കാണുന്നുണ്ട്. എൻ്റെ ഉമ്മ കരയാൻ പാടില്ല കേട്ടോ. ഇല്ല മോനെ കരയുന്നില്ല, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലെ വേദന അത് കണ്ണിലൂടെ പുറത്തേക്ക് വരണടാ. അല്ലാതെ നിങ്ങളുമ്മ കരയാറില്ലല്ലോ. അതെ, ഐഷുമ്മ ശരിക്കും വിതുമ്പുന്നുണ്ട്, വിങ്ങി പൊട്ടുന്നുണ്ട്. ഷമ്മാസിനത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഷമ്മാസ് ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഉമ്മ ഇറങ്ങിക്കാണി, മുഖക്കൊന്ന് കഴുകിക്കാണി. എൻ്റെ ഉമ്മ പുറത്തേക്ക് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എത്തിയപ്പോൾ അതാ ഷമ്മാസ് വണ്ടി ഒതുക്കി ഉമ്മയെ അവിടെ ഇറക്കി. ഉമ്മ, മനുഷ്യന്മാരെന്ന് വെച്ചാൽ പലവിധമായിരിക്കും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ഓരോരുത്തരുടെ ഉമ്മ പെറ്റ മക്കൾ പല രീതിയിൽ സ്വഭാവമുള്ളവരായിരിക്കും. എൻ്റെ ഉമ്മാക്ക് നല്ല ആഗ്രഹമുണ്ട്, ശരിയാണ് അല്ലേ. ഉമ്മാക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് അതെ സൗദയെ കൂട്ടിക്കൊണ്ടു വരണം, നവാസിൻ്റെ കൂടെ ജീവിക്കണം, ഉമ്മയുടെ പേരക്കുട്ടി അവളുടെ വയറ്റിലുണ്ട് എന്നുള്ള ചിന്താഗതിയൊക്കെ അല്ലേ. ഉമ്മ സാരല്ല, എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. ഉമ്മ തവക്കലായിക്കോളി പടച്ച റബ്ബിനോട്. അള്ളാഹുവേ അതെ ഹൃദയം പൊട്ടി ഉമ്മന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണും. മോനെ എന്തടാ, ആ പെണ്ണിന് പൂതിയൊക്കെ ഉണ്ട്. ആദ്യം പെണ്ണ് കുറച്ച് വാശി പിടിച്ചുവെങ്കിലും ഇപ്പം ആ പെണ്ണിന് ഭയം തോന്നിക്കണ്. എന്തായാലും ഇനിയിപ്പോൾ നവാസ്ക അതറിയുമ്പോൾ എന്തായാലും സൗദത്തയോട് ദേഷ്യമായിരിക്കും. നവാസ്കയോട് മോനെ ഒന്നും പറയണ്ട, എന്താപ്പോൾ ചെയ്യുക, ആ പെണ്ണ് ഗർഭിണിയായ പെണ്ണല്ലേ, നമ്മൾ ആ പെണ്ണിനെ ഇടങ്ങാറാക്കാൻ പാടില്ലല്ലോ, ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോയത്. ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല മോനെ. ഉമ്മ ഇത്രയൊക്കെ ഉമ്മാനെ വിഷമിപ്പിച്ചത് സാരല്ല, അവൾക്ക് അറിവില്ലാത്തത് കൊണ്ട് അവൾക്ക് അള്ളാഹു പടച്ചിറപ്പ് നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്നാൽ ഈ സമയം അതാ സൗദിയുടെ വീട്ടിൽ ഉമ്മ എന്തിനാ അവർ ആട്ടി പറഞ്ഞയച്ചത്? വേണ്ട, അങ്ങനെ ഒരു ഭർത്താവിനത്തിന് എനിക്ക് വേണ്ട, ആണത്തില്ലാത്ത ഭർത്താവിന്. അവൻ ചെയ്തത് ശരിയാണോ? ഇങ്ങനെയാണോ വേണ്ടത്? ഓനല്ലേ വരേണ്ടത്, പകരം ഉമ്മ അനിയനോ വരേണ്ടത്? ഉമ്മ ആ എങ്ങനെ വരിക, അത്യധികം നവാസ്ക എന്നോട് പറഞ്ഞതല്ലേ പോകരുത്, നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞതല്ലേ പ്രസവത്തിന് കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ ഇല്ലാതായില്ല ഉമ്മ. പ്രസവത്തിന് കൊണ്ടുപോകില്ല, കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഓൻ വന്നില്ലല്ലോ, വാശിയാണ് എനിക്ക്. ഓൻ വന്നിട്ട് ഓൻ്റെ മുഖത്ത് നോക്കി 2 വർത്താനം പറയാണ്ട് ഇനി എൻ്റെ മോൾ അനക്കാൻ തരൂല എന്ന് ഞാൻ പറയും. ഉമ്മ എനിക്ക് പേടിയാണ് ഉമ്മ, നവാസ്ക ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുക? എന്താടി ഞാൻ ജീവിച്ചില്ല എൻ്റെ ബാപ്പല്ലാതെ? എൻ്റെ ബാപ്പല്ലാതെ ഈ 3-4 മക്കളെ ഞാൻ പോറ്റി വളർത്തി ഞാൻ തന്നെയാണ്. പെരാളിൽ പണിക്ക് പോയിട്ടും തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിട്ടും തോട്ടത്തേക്ക് പോയിട്ടും ഞാൻ നിങ്ങളൊക്കെ പോറ്റി വളർത്തി ഇമ്മട്ടാക്കി. ഇതിപ്പോൾ എന്ത് നിങ്ങൾക്ക് പോയപ്പം 2ാമത്തോളത് പഠിക്കണേ, ഒക്കെ സ്വന്തം കാലിൽ നിർത്താൻ ഞാനാണ്ടാക്കും. അനക്ക് പിന്നെ +2 കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇച്ച് ടൈലറിങ്ങുമായിട്ട് നിന്നുള്ളൂ. ബാക്കിയുള്ള മറ്റുള്ള ഡിഗ്രിക്ക് പോകണേ എന്തേപ്പോൾ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെ ആണുങ്ങൾ അങ്ങനെ ചെറ്റത്തരം കാണിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പെണ്ണുങ്ങളാണ്ട് വളരും, അതേ ഉള്ളൂ. അതേ അന്നെ കേട്ട 100 ആൾക്കാർ ഇവിടെ ചോദിച്ച് നടക്കുന്നുണ്ട്. എനിക്ക് നല്ല ആദ്യമൊക്കെ ഞാൻ എതിർത്ത് പറയില്ല, എൻ്റെ മോളെ കെട്ടിച്ച് തരൂലാന്ന്.
എന്നാൽ ചില തീരുമാനങ്ങൾ എനിക്കൊന്ന് മാറ്റേണ്ടി വരും. അന്നെ എന്നും ചോദിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. ഉമ്മ നിങ്ങൾ എന്താ പറയണത്? അതേടി, അന്നെ കെട്ടിക്കാൻ പറ്റിയൊരു പുതിയാപ്പിള ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. ഓൻ എന്നും പറയും നിങ്ങൾ വല്ലാത്ത പണിയാണ് കാണിച്ചത്. ഞാൻ ഓൾ അത്രയും ചോദിച്ചു തന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് തന്നില്ലല്ലോ. അതെ, കുറച്ച് പണം പണ്ടുള്ള കുറച്ച് മുതലാളിമാരെ കണ്ടപ്പോൾ നിങ്ങൾ നമ്മളെ മറന്ന് നിങ്ങൾ ഓളെ കെട്ടിച്ച് കൊടുത്തില്ലേ. എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഓൾക്ക് സ്വർഗ്ഗീകാരം പലവട്ടം പറഞ്ഞേക്കണ്. അതെ ഓന്. ഉമ്മ നിങ്ങൾ എന്ത് പറയണത്? അതേടി, അന്നെ ചോദിച്ച് വെച്ച ആളെ കൊണ്ട് ഞാൻ കെട്ടിപ്പിക്കും, ഇത് നോക്കിക്കോ. ഉമ്മ വേണ്ടമ്മ, എനിക്ക് പേടിയാണ്. എന്താ പിന്നെ, ഇങ്ങനത്തെ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരാണ് നല്ലത്? അങ്ങനെ കുറച്ച് മനുഷ്യത്വം അന്നെ ഇങ്ങനെ എപ്പോഴും ചോദിച്ച് നടക്കണ എൻ്റെ പിന്നാലെ നടക്കുന്ന ആളെയാണോ എനിക്ക് വേണ്ടിയത്? ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല അമ്മ നിങ്ങളൊന്നും പറയില്ലേ. എന്താടി, ആ കുട്ടിനെ മാണ്ടാന്നാണ് വെക്കേണ്ടി വരും. എന്നിട്ട് നല്ല ജീവിച്ച് കാണിച്ച് കൊടുക്കണം ഓലെ മുമ്പിൽ നിങ്ങൾ ജീവിച്ച് കാണിച്ച് കൊടുക്കണം. അന്നെ അത്രയും സ്നേഹമുള്ള ഓൻ വന്നുകാണ്ട് അമ്മട്ട എൻ്റെ പിന്നാലെ നടന്നിട്ടും ഞാൻ കെട്ടിച്ച് കൊടുക്കാത്ത എന്തേനോ. എനിക്ക് വാശിയായിരുന്നു ഓനെക്കൊണ്ട് കെട്ടിക്കൂലെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുകയാണ് ഓനെക്കൊണ്ട് കെട്ടിച്ചാൽ ഒന്നും കൂടിയും ഉഷാറായിരുന്നു ജീവിതം എന്ന്. കാരണം ഓൻ നോക്കും, ഓൻ ആണത്തുള്ളവനാണ്. ഓനങ്ങനെ പെരയിലിട്ട് കണ്ട് പോകുന്നില്ല. ഉമ്മ ഇട്ട് പോയതല്ലേ, നമ്മൾ പോകുന്നതല്ലേ. അതൊക്കെ ശരി, ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പച്ചി. അതെ, ആരെക്കൊണ്ട് എന്നെ കെട്ടിച്ചതെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. നവാസിനെ കുട്ടിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ ഒരു പണിയില്ല. അല്ല ഉമ്മ നിങ്ങളൊന്നും പറയില്ലേ, എൻ്റെ കുട്ടി. എന്താടി ഇജു തന്തല്ലാത്ത അതിനും പേറി നടക്കണോ? തന്തല്ലാത്ത കുട്ടീനും പേറി എന്ത് കാര്യത്തിൽ നടക്കണേ? തന്തല്ലാത്ത കുട്ടീനെ പേറി നടക്കേണ്ട അവസ്ഥ ഒന്നും എൻ്റെ മോൾക്ക് ഇന്നില്ല. മാണ്ടെങ്കിൽ മാണ്ടാന്ന് വെക്കേണ്ടി വരും. ആരെ പറഞ്ഞത്? അങ്ങനെ വാണ്ടാന്ന് വെക്കണം. എന്നിട്ട് അന്നെ തേടി നടക്കുന്ന ആളെ കൊണ്ട് ഞാൻ കെട്ടിച്ചു തന്നെ. ഇത് നോക്കിക്കോ. ഉമ്മ വാണ്ടമ്മ, എനിക്ക് പേടിയാണ്. എന്താടി പേടി? മനുഷ്യത്തുണ്ടോ എനിക്ക്? അന്നെ എന്ന് കാലം കൊതിച്ചതാണോ അവന്? ഉമ്മ അത് മാണ്ടമ്മ, എനിക്ക് പേടിയാണ്. ഒരു പേടിയും പേടിക്കണ്ട. നല്ല അന്തസ്സുള്ള ആൺകുട്ടി ഉണ്ട് ഇവിടെ. ഓനെക്കൊണ്ട് ഞാൻ എന്നെ കെട്ടിക്കും, നോക്കിക്കോ. അല്ല ഉമ്മ അവൻ നിങ്ങൾ പറയല്ലേ. സൗദ കരയാൻ തിരികെ മോങ്ങണ്ട. അതേ, ഏതായാലും ഒക്കെ ഒന്ന് കയ്യട്ടെ. ഇനി പുത്തൻ വീട് തറവാട്ടിക്ക് അന്നെ വിടൂല. അന്നെ വിടുന്ന പരിപാടിയില്ല. ഏതായാലും പെരക്ക് എത്ര ഇക്കണല്ലോ, എനിക്ക് ബേജാറൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ പെര ഇതാക്കാനൊന്നും ഇത്ര വലിയ പണിയൊന്നും ഞാൻ അയിമെടുക്കാനില്ല. എന്താടി എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അല്ലല്ലേ? ഉമ്മ ഉണ്ട് ഉമ്മ, അതൊക്കെ ഓരോ ഷോപ്പിൻ്റെ പൈസ വരുന്നത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ലാഭം എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അത് മതിയല്ലോ, അതെങ്ങാനും ഓൻ മുടക്കട്ടെ, അപ്പം ഞാൻ കാട്ടിക്കൊടുക്കാം. നമ്മളെ വീട് പണിയാണ് മുഴുവനാക്കിയതിൻ്റെ ശേഷം എനിക്കും ചില പണികളുണ്ട്. അല്ലാതെ ഓൻ്റെ കൂടെ ഇങ്ങനെ ഓൻ്റെ വേലക്കാരത്തേരി നടക്കാനല്ല അന്നെ ഞാൻ കെട്ടിച്ചത്. ഒരു ഭാര്യയായി ജീവിക്കട്ടെ ചിട്ടാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഓലെ മുമ്പ് കൂടെ ഒന്ന് പോകണം നിങ്ങൾ രണ്ടാളും. ഉമ്മ എന്ത് പറയണത്? അങ്ങനെ കാട്ടിക്കൊടുക്കണം. ആ പുത്തൻ വീട് തറവാടിന് മുമ്പ് കൂടെ ഇജ്ജു എൻ്റെ പുതിയാപ്പിളും കൂടി പോയി കാണിച്ചു കൊടുക്കണം. എനിക്കൊരു വാശിയുണ്ട്. ആ വാശി ഞാനതങ്ങോട്ട് പൂർത്തിയാക്കും, അത് ഉറപ്പാണ്. ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഉമ്മ നിങ്ങളെന്താ ഉമ്മ പറയണത്? ഉമ്മ അങ്ങനൊന്നും. എന്താടി, എനിക്ക് ഒരു പേടിയില്ല പറയാൻ. ഞാൻ പറഞ്ഞേക്കണമെങ്കിൽ അതങ്ങ് പൂർത്തിയാക്കും, അതിൻ്റെ അപ്പുറമില്ല. ഉമ്മ വേണ്ട ഉമ്മ, എനിക്ക് പേടിയാണ്. ആണത്തില്ലാത്ത നവാസിൻ്റെ കൂടെ ജീവിക്കുന്നതാണോ എനിക്കിഷ്ടം? ആണത്തുള്ള സത്താറിൻ്റെ കൂടെ ജീവിക്കുന്നതാണോ എനിക്ക് ഇഷ്ടം? ഇമ്മയെ പഠിച്ചോനെ. ഉമ്മ നിങ്ങൾ അതാണോ എനിക്ക് വേണ്ടമ്മ, പേടിയാണ്. ഒരു പേടിയില്ല. ഓനെ നല്ല ഉഷറുള്ള ആൺകുട്ടിയാണ്. അന്നെ തേടി ഇവിടെ വന്നിക്കണമെന്ന് ഞാൻ അറിയായിട്ടൊന്നല്ല. അന്നെ തേടി ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞിക്കണം നന്നായിട്ട്. അത് അറിയായിട്ടൊന്നല്ല, ഞാൻ മുണ്ടാന്നാണ്. ഓനെങ്കിൽ ഓനെ എനിക്കൊരു പുതിയാപ്പിള ഞാൻ കണ്ടുപിടിച്ച് തരും. അല്ലാതെ കുറച്ച് പണം മുതലും കണ്ടുകാണ്ട് ഓലെ പിന്നാലെ എങ്ങനെ വേലക്കാരി തേരി നടക്കാൻ അന്നെ ഞാൻ സമ്മതിക്കൂല. ആ കുട്ടികളെയും മക്കളെയും നോക്കി ഇജ്ജിങ്ങനെ നടക്കുക. ഓൽക്കതങ്ങോട്ട് ശീലയിക്കണ്. അതേ, ആ വെള്ളം ഓരോട് മാറ്റി വെക്കാൻ പറയണ്ടേ. അന്തസ്സോടു കൂടി ഞാൻ നിൽക്കാതെ വെച്ചെടുക്കും ഓനക്ക്. ഉമ്മ വേണ്ടമ്മ, എനിക്ക് പേടിയാണ്. എന്താ മോളെ പേടി? ഒരു പേടിയും പേടിക്കണ്ട. ഓൻ നല്ല ആൺകുട്ടിയാണ്, ഉഷിറുള്ള ആൺകുട്ടി. കുറച്ച് കക്കലും കൊള്ളൊക്കെ ഉണ്ടെങ്കിലും ഓൻ ഉസിറുണ്ട് ആൺകുട്ടിക്ക്. ആണുങ്ങളായാലേ കുറച്ച് അങ്ങനെ വേണം. അവൾ നിശബ്ദമായി നിന്നു. അതെ, ഉമ്മ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊരു അപ്പുറമില്ല. ഉമ്മ തന്നെയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അതൊക്കെ ഉമ്മയുടെ ഇഷ്ടം. ഒരു നിമിഷം അവൾ ഓർത്തു, റബ്ബേ, എനിക്ക് ഈ ദുനിയാവിലൊന്നും ചിന്തിക്കാനും
ഒന്നും ചെയ്യാനുള്ള ചാൻസ് ഇല്ലേ എന്ന് വരെ ഓർത്തു. എന്താടി എനിക്കൊരു മോങ്ങൽ, എന്താ ഞാനൊന്ന് കരുതിയിരിക്കണമെങ്കിൽ അതങ്ങോട്ട് നടത്തും, അതിൻ്റെ അപ്പുറമില്ല. നവാസിൻ്റെ തന്തയില്ലാത്ത കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടക്കേണ്ട ഒരു ഗതികേടും അനക്കുന്നില്ല, ഓർത്തോ. സൗദ പൊട്ടിക്കരഞ്ഞു. അതെ, തൻ്റെ നല്ല ജീവിതമെല്ലാം കഴിഞ്ഞു. പക്ഷേ ഉമ്മയുടെ വാക്കുകൾ, അത് റബ്ബേ ഞാൻ എന്ത് ചെയ്യാം. ഇതൊന്നും അറിയാതെ നവാസ്, അതെ, ഉമ്മയും ഷമ്മാസും വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. കരഞ്ഞു കലങ്ങിയ മുഖവുമായി ഉമ്മ അങ്ങോട്ട് കയറി ചെല്ലുന്നത് നവാസ് കണ്ടു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.